അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൈത്തൂൻ സൈഫ് അറബി വിളിക്കുന്നു. ആ എന്താ സൈഫ്, എന്നെ വിളിച്ചോ? കുഞ്ഞെവിടെടി? ദാ കുഞ്ഞ് സുഖമായി ഉറങ്ങാണ്. അതെ, സത്യം പറയട്ടെ, എൻ്റെ നെഞ്ചിൽ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോൾ കുഞ്ഞിന് എന്തെന്നില്ലാത്തൊരു ഇഷ്ടമാണ് സേഫ്. സത്യമായിട്ടും അത് പിന്നെ ഇല്ലാതിരിക്കുമോ? നെഞ്ചിൻ്റെ ചൂടേറ്റ് ഉറങ്ങുന്ന കുഞ്ഞ് എന്ന് കേട്ടിട്ടില്ലേ? ഉമ്മയുടെ നെഞ്ചിൻ്റെ ചൂട് ഇപ്പോഴില്ലല്ലോ. അപ്പോൾ വളർത്തുമ്മയുടെ സേഫ്, എനിക്കങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇതെൻ്റെ കുഞ്ഞ് തന്നെയല്ലേ. ഞാൻ വെറുതെ പറഞ്ഞതടി പെണ്ണേ, നിൻ്റെ കുഞ്ഞ് തന്നെ, അത് നമ്മുടെ കുഞ്ഞ്. ഞാൻ വെറുതെ പറയുന്നത് നീ അങ്ങ് കാര്യമാക്കുകയാണോ സേഫ്? എന്നാലും ഞാൻ വേദനിച്ചിട്ടോ. വളർത്തുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സ്ഥാനമില്ലാത്ത പോലെയാണ്. നിൻ്റെ ഒരു വാക്കുകൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞ് ഈ കൊട്ടാരത്തിൽ ജനിക്കാൻ കാരണമായത് എന്നുള്ള കാര്യം എൻ്റെ പെണ്ണ് മറന്നോ? അവളുടെ ആ നിറഞ്ഞ കണ്ണുകൾ സൈഫ് അറബി തോത്തിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പെണ്ണെ, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് വിചാരിച്ച് നീ ഒന്നും കരുതരുത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ തമാശ പറയും, അങ്ങനെയൊക്കെ ആണല്ലോ. എനിക്കറിയാം എൻ്റെ സൈഫിനെ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതെന്തും എൻ്റെ സൈഫ് ചെയ്യും അതെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞപ്പോഴേക്കും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിക്കാഹ് ചെയ്ത് അവൾ ഗർഭിണിയാക്കി പ്രസവിച്ച് എനിക്ക് ആ കുഞ്ഞിനെ നൽകിയ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്നു സൈഫാണ് നിങ്ങൾ. നിങ്ങളോടുള്ള കടപ്പാട് എനിക്കൊരിക്കലും അതൊന്നും പറയല്ലോ പെണ്ണേ. സത്യം പറഞ്ഞാൽ ആ കഥ കേൾക്കുമ്പോൾ സൈഫിന് വല്ലാത്ത വിഷമാണ്. തൻ്റെ ഭാര്യ അത് ചതിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. പാവം അറിഞ്ഞിട്ടില്ല, അങ്ങനെ നിന്നോട്ടെ. എൻ്റെ സൈഫ്, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴെനിക്ക് തോന്നുകയാണ് ഞാൻ ആരുമല്ലാത്ത രീതി. എന്താ പെണ്ണ്, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ഒരിക്കലും ഇനി അങ്ങനെ പറയില്ല, പോരെ? അല്ല, ഫർസാനെ വിളിച്ചോ? ഫർസാനെ വിളിച്ചിട്ടില്ല, കുഞ്ഞു ഇറങ്ങട്ടെ എന്ന് കരുതി. പിന്നെ കുഞ്ഞൊന്ന് ഉണർന്ന് കഴിഞ്ഞാൽ, ഒന്നുകൂടി ആക്റ്റീവായി കഴിഞ്ഞാൽ കുഞ്ഞിനെ കൂട്ടി വീഡിയോ കോൾ ചെയ്യാമെന്ന് കരുതി. ഒന്ന് വിളിച്ച് നോക്ക് നീ. എന്താ സേഫ് ഇപ്പോൾ? അല്ല, വിളിച്ച് നോക്കടേ. കാണാൻ കൊതിയായില്ലേ ഭാര്യയെ? സേഫ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ, അതാണ് വേണ്ടത്. യാ സേഫ്, 2 ഭാര്യമാരോടും ഒരുപോലെ നിങ്ങൾ സ്നേഹം കാണിക്കണം. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടൊരു കാഴ്ച, നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് മാത്രം ഒതുങ്ങുന്നതായിട്ടാണ് സേഫ്. അത് ശരിയല്ല കേട്ടോ. 2 പേരെ വിവാഹം കഴിക്കുന്നതിനും ചില നിബന്ധനകളുണ്ട്. 2 പേർക്കും തുല്യമായിട്ട് എല്ലാം വീതിച്ച് കൊടുക്കണം എന്നുള്ളത്. എല്ലാ കാര്യവും അങ്ങനെ തന്നെ. പക്ഷെ സേഫ്, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ ആ ഒരു തലോടൽ, അങ്ങയുടെ ആ ഒരു സ്പർശനം, അങ്ങയുടെ സാന്നിധ്യം, അതെല്ലാം എനിക്കാണ് 3/4 ഭാവവും ലഭിക്കുന്നത്. പാവം ഫർസാനക്ക് 1/4 ഭാഗം മാത്രം. അത് പിന്നെ ഇല്ലാതിരിക്കൂ പെണ്ണേ. നീ എൻ്റെ ആദ്യത്തെ ഭാര്യയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച പെണ്ണല്ലേ നീയെ. എനിക്ക് എൻ്റെ പിതാവ് സമ്മാനിച്ചതാണ് നിന്നെ. പിന്നെ അവളെന്ന് പറഞ്ഞാൽ അവൾ നമ്മുടെ മസറയിൽ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണായിരുന്നു. അത് നിൻ്റെ ഇഷ്ടത്തിന്, അതായത് നീ കണ്ടിഷ്ടപ്പെട്ട് അവളെ നിൻ്റെ കൂടെ ജീവിപ്പിക്കണം, അവളെ എന്താ പറയുക, നിൻ്റെ അനിയത്തിയാക്കി വളർത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാനതിനെ കല്യാണം കഴിച്ചത്. ഓക്കെ, അത് നിൻ്റെ ഇഷ്ടത്തിന്. സേഫ്, അങ്ങനെ കരുതരുത്. പാവാണ് ഫർസാന, നല്ല മോളാണ്. പിന്നെ എത്ര പെട്ടെന്നാണ് എനിക്കൊരു കുഞ്ഞിനെ അവൾ നൽകിയത്. ഒരിക്കൽ പോലും എനിക്ക് അവളോടുള്ള കടപ്പാട് തീരുകയില്ല. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പഠിച്ചവൻ്റെ അനുഗ്രഹം തന്നെ അല്ലേ. ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. റബ്ബേ, അതിനിടക്ക് എനിക്കതിനുള്ള ശേഷിയില്ല എന്നുള്ള യഥാർത്ഥ സത്യം ഞാൻ മനസ്സിലാക്കുകയും ഡോക്ടർ വിധി എഴുതുകയും ചെയ്തപ്പോൾ സേഫ്, സത്യം പറഞ്ഞാൽ പ്രസവിക്കാത്ത പെണ്ണിനെ എന്തിനു കൊള്ളാം എന്ന് വരെ ഞാൻ വിചാരിച്ചു. അള്ളാഹുവേ, ഒരു പെണ്ണെന്ന നിലയിൽ എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എങ്കിലും അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ പടച്ചറബ് വാരിക്കോരി തരുമെന്ന് പറഞ്ഞത് വളരെയധികം ശരി തന്നെ. എത്ര പെട്ടെന്നാണ് എൻ്റെ കുട്ടി. ഫർസാനെക്കുറിച്ച് ഓർത്തപ്പോൾ
ജെയ്ത്തൂൻ ബീവിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. പഠിച്ചോനെ, പാവം പെണ്ണി, എത്ര പാരിതോഷികങ്ങൾ കൊടുത്താലും മതിയാവില്ല. അപ്പോൾ തന്നെ അതാ ജെയ്ത്തൂൻ ബീവി ഫർസാനയെ വിളിക്കുന്നു. ഫർസാനയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മ, അറബി വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. മോളെ, ആരാണ്? അതവിടുത്തെ ജെയ്ത്തൂൻ ബീവി, അത് അവിടുത്തെ അറബിയുടെ ഭാര്യയാണ്. അങ്ങനെയാണ് ഉമ്മയോട് പറഞ്ഞത്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ള. ഫർസാന, കൈഫ് ഹാലക്? സെയിൻ, അൽഹംദുലില്ലാ. സുഖമല്ലേ മോളെ? എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെയുണ്ട് ചെസ്റ്റ് പെയിനൊക്കെ? കുറച്ച് കുറവുണ്ട്. അതങ്ങ് മാറിക്കോളും. പിന്നെ എന്ന് കരുതി പാല് പറ്റൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടെ കുറച്ചങ്ങ് പുറത്തേക്ക് കളഞ്ഞോണ്ടി, ഇങ്ങനെ വെച്ച് നിൽക്കണ്ട. അങ്ങനെ ആകുമ്പോഴാണ് പിന്നെയും. അതല്ല, ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം ഉമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബീവി, മോനെവിടെ? എൻ്റെ മോനെവിടെ? അത് ചോദിച്ചപ്പോൾ ജെയ്ത്തൂൻ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ ഫർസാന, മോനിവിടെ സുഖമായി ഉറങ്ങുന്നുണ്ട് മോളെ. ഉണർന്നിട്ട് വീഡിയോ കോൾ ചെയ്താൽ പോരെ? ഉറങ്ങുന്നൊരു ഫോട്ടോ വിടുമോ? വാവ് ഉറങ്ങുന്ന ഫോട്ടോ? അത് ഞാൻ വിട്ടുതരാം. അതെ, എന്ന് വരിക മോള്? ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് എന്തായാലും വരാം. എന്തായാലും ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ അങ്ങ് ഇടപഴകി. സത്യം പറഞ്ഞാൽ അവരെ വിട്ടിട്ട് പോകാനും തോന്നുന്നില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനെ വിചാരിക്കുമ്പോൾ എനിക്ക് നിൽക്കാനും കഴിയുന്നില്ല ബീബി. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. നമുക്ക് വഴിയുണ്ടാക്കാലോ. എല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കാം. എന്തൊക്കെ തന്നെയാലും ഫർസാനയുടെ ഉമ്മയും ഉപ്പയും ഫാമിലിയൊക്കെ ഇങ്ങോട്ട് വരണം ഇൻഷാ അല്ലാ, കേട്ടോ? കുഞ്ഞിനെ അവർക്കും കാണണ്ടേ? കാണണം. സത്യം പറഞ്ഞാൽ ബീവിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ എങ്ങനെ ഉത്തരം പറയും എന്നുള്ള രീതിയിൽ ഫർസാന ഒരു നിമിഷം പേടിച്ചു. കാരണം അറബി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, രഹസ്യങ്ങൾ. അതൊന്നും പറയരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിരുന്നു. ഒരിക്കൽ പോലും ജെയ്ത്തൂൻ ബീവി വിഷമിപ്പിക്കരുത് എന്നതുകൊണ്ടാണ് അതൊന്നും പറയാതിരുന്നത്. എന്നാൽ ഈ സമയം അറബി ഫർസാനയെക്കുറിച്ചുള്ള മോഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉണ്ടായിക്കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, ജെയ്ത്തൂൻ ബീവിയുടെ നിരന്തരമായുള്ള ആ ഒരു വാക്കുകൾ. എന്തൊരു മൊഞ്ചാലേ ഫർസാനയെ കാണാൻ. ശരിക്കും സൈഫിനനുസരിച്ചൊരു പെണ്ണ് തന്നെയാണ് എല്ലാം കൊണ്ടു കേട്ടോ. ശരിക്കും ഒരു അറബിച്ച് ലുക്കിലല്ലേ അവൾ ഇവിടുന്ന് പോയത്. മലയാളി പെണ്ണായിട്ടും പോകുമ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ? പ്രസവിച്ചെണീറ്റപ്പോൾ അവൾ വളരെയധികം മനോഹരമായിട്ടുണ്ട്. അവളുടെ ശരീരഭാഗങ്ങൾ വല്ലാതങ്ങ് തുടുത്തിട്ടുണ്ട്. സത്യമായിട്ടും ഞാൻ പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ശരിക്കും ഒരു മിസിരി പെണ്ണാന്ന് തോന്നി. ഫർസാനയെക്കുറിച്ചുള്ള ആ ഒരു വാക്കുകൾ ജെയ്ത്തൂൻ ബീവി അറബിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അറബിക്ക് അതൊരു ഹരമായി മാറി എന്ന് തന്നെ പറയാം. ബീവി, ഇന്നത്തെ ഫർസാനയെക്കുറിച്ചുള്ള കവിതകളും കഥകളൊന്നും പറയാനില്ലേ? ഫർസാനയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? ആയിക്കോട്ടെ, നിങ്ങളെ ഭാര്യയല്ലേ, ഞാൻ നല്ലതേ പറയൂ. പാവൻ്റെ പെണ്ണ്, ഇപ്പോഴും തെറ്റിദ്ധാരണ. അള്ളാഹുവേ റഹ്മാനെ, എങ്ങനെയെങ്കിലും അവളങ്ങ് വന്നിട്ട് അവളെ നിക്കാഹ് ചെയ്തിട്ട് ജെയ്ത്തൂൻ ബീവിയുടെ മുമ്പിൽ വെച്ച് തന്നെ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ എൻ്റെ ജെയ്ത്തൂൻ ബീവിയുടെ പരാതി തീരണം. സെയ്ഫ് അറബിയുടെ മനസ്സിലും ഫർസാനയുടെ മുഖം തെളിഞ്ഞു വരികയാണ്. ഫർസാന, നീ എന്ന് വരും പെണ്ണേ? സത്യം പറഞ്ഞാൽ ബീവി പറഞ്ഞ് അതെനിക്കൊരു ഹരമായി മാറിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. പക്ഷേ നമ്മുടെ ദീനിലുള്ള ആ ഒരു ചുറ്റുവട്ടങ്ങൾ അത് വിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ വന്നതിന് ശേഷം ഇൻഷാ അല്ലാ പെട്ടെന്നൊരു നിക്കാഹ്, അത് ജെയ്ത്തൂൻ ബീവി അറിയാതെ. എന്നിട്ട് നീ എൻ്റെ നെഞ്ചിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരും. എൻ്റെ എല്ലാമായി. അതെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി നീ പ്രസവിക്കണം. എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. ഞാനിപ്പോഴും സിംഗിൾ തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് അനന്തരാവകാശി ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടില്ലല്ലോ എനിക്ക്. ജെയ്ത്തൂൻ ബീവിയുടെ
താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ ചെയ്ത ആ ഒരു കാര്യം എൻ്റെ ബീവിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ ബീവിക്കിപ്പോൾ നല്ല ഹാപ്പിയാണ്. കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലും സംരക്ഷിക്കുന്ന കാര്യത്തിലും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന കാര്യത്തിലും അങ്ങനെയെല്ലാം ഫർസാന ഒരുപാട് നന്ദിയുണ്ടടി. നീ നിൻ്റെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ എൻ്റെ ബീവിക്ക് വേണ്ടി ഇവിടെ നൽകിയിട്ട് പോകുമ്പോൾ നിൻ്റെ ഹൃദയം വല്ലാതെ പൊട്ടുന്നുണ്ടായിരിക്കാം. നിൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പോലെയല്ലേ ആ കുഞ്ഞിനെ നീ ഇവിടെ കൈകളിൽ ഏൽപ്പിച്ചു പോയത്. എനിക്ക് നന്നായിട്ടറിയാൻ മതി. ഒരു ഉമ്മയുടെ വേദന, മാതൃഹൃദയമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമം നിറഞ്ഞ സങ്കടം നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് പെറ്റ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുക എന്നുള്ളത്. മോളെ, നീ ത്യാഗം സഹിച്ച പെണ്ണാണ്. നിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് നിനക്ക് പുറത്തു തരും എന്ന് ഉറപ്പാണ്. കാരണം എങ്കിൽ പോലും നീ ആ കുഞ്ഞിനെ നശിപ്പിച്ചില്ല. അതെ, അവനെ വളർത്തി വലുതാക്കി ഇപ്പോഴിതാ ആ കുഞ്ഞിന് ചേലാകർമ്മം ചെയ്ത് ആ കുട്ടിയെ ഒരു മുസ്ലിം കുട്ടിയാക്കി മാറ്റി. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു എന്ന് തന്നെ പറയാം. അതെ, ഹിന്ദുവിൽ നിന്ന് ഉണ്ടായി ജന്മം നൽകി മുഅ്മിനാക്കി വളർത്തുന്ന ആ ഒരു രീതി നിൻ്റെ പക്കൽ പറ്റിയ ഒരു വലിയ ചതിയായിരിക്കാം അത്. ശരിയാണ്, പശ്ചാത്തപിച്ചാൽ പടച്ച റബ്ബ് പുറത്തു തരും. കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു ആണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അതെ, ഒരിക്കലും പൊറുക്കാതിരിക്കില്ല. ഫർസാന, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിനക്ക് വേണ്ടി ഞാനിവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നീ എന്ന് വരും? പെട്ടെന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാര്യങ്ങൾ അറിയിച്ച് എല്ലാം ചെയ്യാം. ഒരിക്കൽ പോലും നൂർ മോനെ എൻ്റെ കുഞ്ഞല്ല എന്നുള്ള സത്യം ഈ ലോകത്തിൽ ഒരാൾ പോലും അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനും നീയും മാത്രം, പടച്ച റബ്ബും. വേറെ ഒരു കുട്ടി പോലും എൻ്റെ നൂർ മോനെ മറ്റൊരാളുടെ കുഞ്ഞാണെന്നറിയാൻ പാടില്ല. കാരണം പിന്നെ ആ കുഞ്ഞിനെ ഒരു രണ്ടാം തട്ടിൽ കാണും. അതുണ്ടാകാൻ പാടില്ല. എൻ്റെ ഹൃദയമാണ് നൂർ മോൻ, എൻ്റെ എല്ലാമാണ്. ഫർസാന, എനിക്ക് അവനെ കാണുമ്പോൾ നിന്നെ കാണുന്നത് തോന്നാണ്ട് പെണ്ണെ. അവൻ്റെ ആ ചിരി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനവനെ കോരിയെടുത്ത് ഒരുപാട് ചുംബിക്കും. ഒന്നുമില്ലെങ്കിൽ നീ പ്രസവിച്ച കുഞ്ഞല്ലേ, എനിക്കിഷ്ടമല്ലാണ്ടിരിക്കോ? സെയ്ഫ് അറബി ഓരോ ചിന്തയിലാണ്. അതെ, ഒരു കവിത പോലെ, കഥ പോലെ ഫർസാനയെക്കുറിച്ച് അയാൾ എഴുതുകയാണ്, പറയുകയാണ്. എന്നാൽ ഫർസാന ഇതൊന്നും അറിയുന്നേയില്ല. സൈത്തൂൻ ബീവി ഒരുപാട് സംസാരിച്ചു. ഉണർന്നിട്ട് കുഞ്ഞിനെ കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം ബീവി പറയും, സെയ്ഫുണ്ട് കേട്ടോ ഇവിടെ, സെയ്ഫിനെ വിളിക്കാം. ബീവി, സെയ്ഫിനോട് ഞാൻ പിന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് പലപ്പോഴും അവൾ ഒഴിഞ്ഞു മാറുക പതിവായിരുന്നു. കാരണം നിക്കാഹ് കഴിയാത്ത ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പഠിച്ചോനെ, ഇല്ല, വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാണ് റബ്ബേ, വലിയ തെറ്റ്. അതുതന്നെ എനിക്ക് നീ പുറത്തു തരണമല്ല. ഇനിയൊരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവർത്തിക്കില്ല. എനിക്കതിന് കഴിയില്ലല്ല. അന്ന് എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയതെന്ന്. എനിക്ക് തോന്നി ഈ ലോകം, അത് അവൻ്റെ, ഈ ലോകത്തിലുള്ള മുഴുവൻ അവൻ്റെ കൈകളിലാണ്. അവൻ്റെ ആ ചിരിയിൽ, അവൻ്റെ വാക്കുകളിൽ ഞാൻ മയങ്ങി. പക്ഷേ പിന്നിൽ ചതിയുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അവൾ വിതുമ്പിപ്പോയി. മോളെ, ഉമ്മ വിളിക്കുന്നു. ആ ഉമ്മ, മോളെ, നിൻ്റെ അറബിച്ചോടുള്ള സംസാരം കഴിഞ്ഞില്ലേ? ആ ഉമ്മ, കഴിഞ്ഞു. എന്ത് നീ കണ്ണുകളൊക്കെ തുടക്കുന്നത്? ആ, ഇപ്പോൾ അവിടെ അറബിച്ചിനെ കിട്ടിയപ്പോൾ നമ്മൾ വേണ്ടാതായില്ലേ? അല്ലുമ്മ, അത് അത്രക്കും സ്നേഹമാണുമ്മ. ഉമ്മ, ഒരു കുഞ്ഞുണ്ടവിടെ. ഓ, ആ കുഞ്ഞ് വല്ലാത്തൊരു കുഞ്ഞാണുമ്മ. എനിക്കതിനെ, പൊന്നു മോളെ, അറബി കുട്ടികളാണ് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണേ. എന്തെങ്കിലും പിഴവ് വന്നു പോയാലേ റബ്ബേ നീ കാക്ക്. പിഴവ് വന്നാ റബ്ബേ പിന്നെ നമുക്ക് പുറം ലോകം കാണാൻ കഴിയില്ല. അങ്ങനെ എത്ര കേസുകൾ. ഉമ്മ, എവിടെ മോളെ, അറബിക്കുട്ടീൻ്റെ ഫോട്ടോ ഉണ്ടോ? ഒന്ന് നോക്കട്ടെ. ഉമ്മ ആ ഒരു ഫോട്ടോ എടുത്ത് ഉമ്മയെ കാണിക്കുന്നു. മോളെ, മാഷാ അല്ലാ, ഓ എന്തൊരു മോനാലേ,
തുടുതുടുത്തൊരു മോന്. എന്താ പേര്? നൂർമോനെന്ന് വിളിക്കും. നൂറുദ്ദീൻ എന്നാണ് പേര്. മാഷാ അല്ലാ. ഒരിക്കൽ പോലും അത് തൻ്റെ പേരക്കുട്ടിയാണ് എന്നുള്ള കാര്യം ആ ഉമ്മ അറിയുന്നില്ല. അല്ലാ, ദീനിൻ്റെ പ്രകാശം. മോളെ, നല്ലൊരു പേര് തന്നെയാണല്ലോ കണ്ടെത്തിയത്. ആരെ പേരിട്ടത്? ഉമ്മ പേരിട്ടത് അത് അവിടെ അവരുടെ കുടുംബത്തിലെ ഒരു അറബിയുടെ അങ്ങനെ ആരെന്ന് തോന്നുന്നു. നല്ലൊരാൾ തന്നെയാണ്. ഹാഫിളൊക്കെ ആയ നല്ല രീതിയിൽ ഖുർആനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. അദ്ദേഹം നല്ല സ്ഥാനങ്ങളെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ പേര് കെട്ടത്. ആയിക്കോട്ടെ, നല്ല ആളുകളുടെ കൈകൾ കൊണ്ട് കൊടുക്കുന്നതും അവർക്ക് പേര് നിർദ്ദേശിക്കുന്നതും ഒക്കെ നല്ല തന്നെയാണ്. മോളെ, ഉപ്പാ കാണിച്ചെടുത്തോ? ഇല്ല. അതെന്താ മോളൊന്ന് കാട്ടിക്കൊടുക്കേ? ഇക്ക ഉമ്മ വിളിച്ചു. ആ, എന്താടി? ഇക്ക ഒന്ന് നോക്കിക്കേ, ഇങ്ങോട്ട് കണ്ടോ ഈ ഫോട്ടോ? ഇതേതാ കുഞ്ഞ്? ആ, മാഷാ അല്ലാ, അറബിയുടെ കുഞ്ഞാണിതേ. തന്നെ? മാഷാ അല്ലാ. എൻ്റെ കുട്ടി നിൽക്കണ വീട്ടില്? ആ അതെ, അറബിയുടെ കുഞ്ഞാണ്. പടച്ചറബേ, മാഷാ അല്ലാ. മോളെ, എന്താ പേര്? ഉപ്പ നൂറുദ്ദീൻ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ അത്രക്കും നല്ലൊരു അറബി വീട്ടിലാണ് മോൾ എത്തിപ്പെട്ടത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രകാശം. എന്താലേ ആ ഒരു അർത്ഥം. മക്കൾക്ക് പേരിടുകയാണെങ്കിൽ ഈ രീതിയിൽ ഇടണം. തൻ്റെ മകളുടെ കുഞ്ഞാണെന്ന് ഒരിക്കൽ പോലും ആ പിതാവും അറിയുന്നില്ല. മോളെ, കണ്ടു പഠിച്ചോളി. ഇങ്ങനെയൊക്കെയാണ് പേരിടുക. നൂറുദ്ദീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ പേരുകൾ? കഥകൾ എന്തൊക്കെ പേരുകളാണോ ഇപ്പോൾ. 2, 3, 4 ഐറ്റംസ് പേരുകളുണ്ടാവും. ഓരോ പേരിനെ വളച്ചൊടിച്ച് തിരിച്ച് നല്ല പേരിടും, പിന്നെ ചെറുതാക്കി ചുരുക്കി വിളിക്കും. അങ്ങനെ നൂറുദ്ദീൻ എന്ന് തന്നെ മോളെ വിളിച്ചോ. ദീനിൻ്റെ പ്രകാശമേ എന്ന് വിളിക്കുന്നിടത്തോളം കാലം ആ കുട്ടി പ്രകാശമായി തീരും. ഉപ്പയുടെ വിവരണങ്ങൾ തുടങ്ങി. ഉമ്മയുടെ മകളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഉപ്പാക്ക് അതിമ കുറേ തർജ്ജമ ഉണ്ടാവും. ഉപ്പ അതന്നെയല്ലേ പഠിപ്പിക്കണതൊക്കെ? ഒരു അറബ് വാക്ക്, അതിൻ്റെ അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ, അതൊക്കെ. നൂറുദ്ദീൻ, മോളെ, ആ പേരിട്ട ആളെ നമ്മൾ ആദ്യം അവരോട് നമ്മളൊരു ശുക്ർ പറയണം. അത്രക്കും നല്ല പേരാണ് ആ കുഞ്ഞിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കുഞ്ഞ് പ്രകാശം കൂടിക്കൊണ്ടേയിരിക്കും. ദീനിൻ്റെ പ്രകാശമായി മാറി ആ കുഞ്ഞ് വലിയൊരു പണ്ഡിതനാകട്ടെ. ഉപ്പ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കവിളിലൂടെ അവളുടെ കണ്ണുനീർ തുള്ളികൾ ഉറ്റി വീണു. മോളെ, കരയണ്ട. മോളുടെ ജീവിതവും അധികം പാഴായി പോയിട്ടില്ല. മോൾക്കുമുണ്ട് ഒരു ഭാവി ജീവിതം. നമുക്കും വേണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പടച്ചറബ് നമുക്ക് നൽകും ഇൻഷാ അല്ലാ. ഉപ്പ ആലോചിക്കട്ടെ കേട്ടോ, കല്യാണക്കാരുമൊക്കെ ഒന്ന്. ഉപ്പ. അവൾ ഉപ്പയുടെ അടുക്കലേക്കെത്തി. എന്താ മോളെ? എന്തിനെൻ്റെ ഉപ്പാൻ്റെ കുട്ടി എന്തിനു ഞെട്ടണത്? ഉപ്പ, അത് എൻ്റെ കുട്ടിയുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചിട്ട് കാലാകാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയണമെന്നാണോ മോള് വിചാരിക്കുന്നത്? അല്ലല്ല, ഉപ്പ നല്ല സ്വാലിഹായൊരു ഭർത്താവിനെ നിനക്ക് കണ്ടെത്തി തന്നിരിക്കും. എന്താ ഉപ്പ? അവൾ വിതുമ്പി. എന്നെ ആർക്കും പറ്റില്ലപ്പാ ഞാൻ ചെയ്തത്. ആര് പറഞ്ഞ്? അങ്ങനെ ഒരിക്കലുമില്ല. എൻ്റെ പൊന്നുമോള് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എൻ്റെ പൊന്നുമോൾ റാഹത്തായിരിക്കണം. അതാണ് ഉപ്പയുടെ ആഗ്രഹം. വൈകാതെ തന്നെ ഫർസാനയ്ക്ക് ഒരു പുതിയാപ്പിളയെ കണ്ടുപിടിക്കണം. അതിനായിരുന്നു ഉപ്പയുടെ പ്ലാനിങ്. ഭാര്യയോട് പറഞ്ഞു, എടീ, നമ്മുടെ കുട്ടിക്ക് ഒരു കല്യാണം കണ്ടെത്തണമല്ലോ. ഇക്ക, അവളുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് സാരല്ല. പടച്ചറബെല്ലാം മറവി കൊടുക്കട്ടെ. അതൊക്കെ പടച്ചറബ് പുറത്തു കൊടുക്കട്ടെ. അത്രക്കും പ്രാർത്ഥിച്ച് കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാനും റഹീമുമല്ലേ പെണ്ണെ. തെറ്റുകൾ അറിയാതെ പറ്റിപ്പോയെന്ന് വിചാരിച്ചിട്ട് കാലാകാലം ശിക്ഷിക്കൂല. ശിക്ഷ നൽകിയെങ്കിലും ചിലപ്പോൾ ദുനിയാവും തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മോൾക്ക്. എന്നാൽ പിന്നീട് പടച്ചറബ് അവർ പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം നൽകും ഇൻഷാ അല്ലാ. ഇപ്പം പേടിയാണ് ആരെടുത്തെങ്കിലും ഏൽപ്പിക്കണതും. ഒരു പേടിയും പേടിക്കണ്ട. ഇൻഷാ അല്ലാ, നമുക്ക് നോക്കാം. എന്നാൽ ഫർസാനയുടെ ഉപ്പയുടെ മനസ്സിൽ അപ്പോൾ മുതൽ അതായിരുന്നു ചിന്ത. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഒരു ഭർത്താവിനെ കണ്ടെത്തണം, ഒരു സ്വാലിഹായ ഭർത്താവിനെ.
ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.